നമസ്കാരം. കാക്കനാട് ജില്ലാ ജയിലിൽ 3 ഗുണ്ടകളെ ക്ഷണിച്ചു വരുത്തി അവർക്ക് വിരുന്ന് നൽകി എന്ന വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലാണ്. അവരതിൻ്റെ ദൃശ്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ ലോകത്ത് തന്നെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമായിരിക്കും 3 ഗുണ്ടകളെ ജയിലിലേക്ക് ക്ഷണിച്ചു വരുത്തി അവർക്ക് വിരുന്ന് കൊടുക്കുന്നു, പോലീസുകാരടക്കമുള്ള സംഘങ്ങൾ അവർക്ക് വിരുന്ന് കൊടുക്കുന്നു എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ ജനങ്ങൾ ഞെട്ടേണ്ടതാണ്. പക്ഷേ ഇത് കേരളമായതിനാൽ ഇവിടെ ഇതിൻ്റെ അപ്പുറമൊക്കെ നടക്കും എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് തന്നെ ആളുകൾ എത്തപ്പെട്ടിരിക്കുന്നതിനാൽ ഇതിനകം തന്നെ, അതായത് കഴിഞ്ഞ 9 വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണം കൊണ്ടുള്ള ഏറ്റവും വലിയൊരു നേട്ടമാണ്. ഇവിടെ എന്ത് തന്നെ സംഭവിച്ചാലും ലോകത്ത് ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന സംഗതികൾ ഈ കൊച്ചു കേരളത്തിൽ നടന്നാലും നമുക്കതിൽ അത്ഭുതമില്ല. കാരണം അതിവിടെ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നൊരു തരത്തിലേക്ക്, എന്നൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും ലളിതമായി പറയാനുള്ള കാരണം. ഇനി ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ LDF സർക്കാരിനെതിരെയുള്ള ഒരുപാട് കമൻറ്റുകളുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു കമൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടത് ഇതാണ്. അതായത് ഇതാണോ ഗുണ്ടകൾ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അത് അയാൾ ഈ 3 പേരുടെയും പേര് പറയുന്നുണ്ട്. കൊച്ചിയിൽ ഹോട്ടൽ നടത്തുന്ന ഒരു ഷിയാസിക്ക, പിന്നെ ഒരു പാട്ടുകാരൻ സമദ്, പിന്നെ ഒരു പൊതുപ്രവർത്തകൻ സിദ്ദിഖ്. ഈ 3 പേരുടെയും പേര് പറഞ്ഞതിന് ശേഷം അയാൾ ചോദിക്കുന്നു, ഇവരാണോ നിങ്ങളുടെ കണ്ണിൽ ഗുണ്ടകൾ? കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വാർത്തയെ മുക്കിക്കൊണ്ട് ഓടരുത്, കേസ് പുറകെ വരും, അന്നേരം നിങ്ങൾ അതിനെ നേരിട്ടോണം എന്ന തരത്തിലൊരു ഭീഷണിയുടെ സ്വരം പോലെയുണ്ട്. അപ്പോൾ ഓക്കെ, ശരി, ഇപ്പോൾ ഇയാൾ പറയുന്ന പോലെ ഈ 3 സമാധാന നാമധാരികൾ മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നവരായിരിക്കും. ഒരാളൊരു ഹോട്ടൽ നടത്തുന്നു എന്ന് പറയുന്നു, മറ്റൊരാൾ പാട്ടുകാരനാണെന്ന് പറയുന്നു, മറ്റൊരാൾ പൊതുപ്രവർത്തകനാണ് എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ അർത്ഥം ഇവരൊന്നും ഗുണ്ടകളായിക്കൂടാ എന്നൊന്നുമില്ല. ചിലപ്പോൾ സമൂഹത്തിന് മുന്നിൽ മാന്യമായിട്ട് പല ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നവരും അവർ അണ്ടർഗ്രൗണ്ടിൽ ഗുണ്ടകളും മറ്റുമൊക്കെ ആയിരിക്കും. പക്ഷേ ഇവർ ഗുണ്ടകളാണ് എന്ന് പറയാനും നമുക്ക് എന്തായാലും ഞാൻ അതിന് തയ്യാറാവുന്നില്ല. കാരണം ഇത് റിപ്പോർട്ടർ ചാനലാണ് ഇത് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അവരാണ് ഇതിന് സ്ഥിരീകരണം കൊടുക്കേണ്ടത്. പക്ഷേ ഗുണ്ടയാണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെ 3 പേരെ വിളിച്ചു വരുത്തി, അതും ജില്ലാ ജയിൽ പോലുള്ള ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി എന്തിന് അവർക്ക് വിരുന്ന് കൊടുത്തു എന്ന് ചോദിക്കാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ അവകാശമുണ്ട്. കാരണം ഇവരൊക്കെ ഈ എഴുന്നേറ്റ് പോകുന്ന ഈ അന്നമുണ്ടല്ലോ, ഈ അന്നവും മറ്റു സംഗതികളൊക്കെ അതൊക്കെ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന നികുതിയിൽ നിന്ന് എടുത്തിട്ടാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിങ്ങനെ ഓരോ അവന്മാരെ വിളിച്ചു വരുത്തി, ജയിലിൽ വിളിച്ചു വരുത്തി അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, വിരുന്ന് കൊടുക്കുമ്പോൾ അത് ആർക്ക് കൊടുക്കുന്നു, എന്തിനു കൊടുക്കുന്നു എന്നറിയാനുള്ള ഒരു സാമാന്യ അവകാശം നമുക്കുണ്ട്. അതിനാൽ നമ്മൾ ചോദിക്കും, ഇത് ഗുണ്ടയാണെങ്കിലും കൊള്ളാം, അല്ലാത്തവരാണെങ്കിലും ഗുണ്ടകളല്ലാത്തവരാണെങ്കിലും കൊള്ളാം, എന്തിനാണ് ജയിലിൽ ഇത്തരക്കാരെയൊക്കെ വിളിച്ചു വരുത്തി അവർക്ക് ഈ വിരുന്ന് കൂട്ടുന്നത് എന്ന് സാമാന്യമായിട്ട് ചോദിക്കാം. പക്ഷേ ഇത് കേരളമാണ്. ഇവിടെ ഭരിക്കുന്നത് കഴിഞ്ഞ 9 വർഷമായിട്ട് പിണറായി വിജയൻ്റെ സർക്കാരാണ്. അതിനാൽ ലോകത്ത് നടക്കാൻ പാടില്ല എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നാലും അതിലൊരു അത്ഭുതവുമില്ല. ഇനി ഒറിജിനൽ ഗുണ്ടകളാണ് ഇവരെങ്കിലും അതിലും ഒരു അത്ഭുതമില്ല എന്ന് തന്നെ പറയാനുള്ളൂ. കാരണം ഇത് പ്രബുദ്ധരുടെ കേരളമാണല്ലോ. പ്രതികരണശേഷിയില്ലാത്ത ജനങ്ങൾ ഉള്ള ഒരു സ്ഥലത്ത് ഭരണകൂടം ഏതറ്റം വരെ പോകും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ സംഭവം.